ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് MCQs സ്റ്റാർട്ട് ചെയ്യാം. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ ജൂറിസിനകത്ത് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾസും ഫോംസും പഠിച്ചു, അതേപോലെ മാജിക് റെമഡിയും പഠിച്ചു. ഇനി നമുക്ക് ജൂറിസിനകത്ത് ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. ആ ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂറിസ് കംപ്ലീറ്റ് ആവും. അത് നമുക്ക് ഇന്ന് ഈവനിങ് എടുക്കാം. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കഴിയുമ്പോൾ ഇതിനകത്ത് കൂടുതൽ ചോദ്യങ്ങളും ജൂറിസ്റ്റിന്റെ അകത്തുനിന്നുള്ളതാണ്. പഠിച്ചത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് the schedule in D&C Act that deals with the list of drug marketed under generic name. Generic നെയിമില് മാർക്കറ്റ് ചെയ്യുന്ന ഡ്രഗുകളുടെ ലിസ്റ്റ് ഉള്ള ഷെഡ്യൂൾ ഏതാണ് എന്നാണ് ചോദ്യം. ഷെഡ്യൂൾ N, ഷെഡ്യൂൾ Y, ഷെഡ്യൂൾ FF, ഷെഡ്യൂൾ W. ഏതാ ഉത്തരം? ഷെഡ്യൂൾ N എന്താ? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പർ ഓഫ് പ്രിമിസസ്. ഓക്കെ, ഒരു ഫാർമസി ഉണ്ടെങ്കിൽ ആ ഫാർമസിയിൽ എന്തൊക്കെയാണ്, അതെ ഷെഡ്യൂൾ W ആണ് ഉത്തരം. അപ്പം ഓരോന്നും ഡിസ്കസ് ചെയ്ത് നോക്കാം. N എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എക്യുപ്മെന്റ്സ് റിക്വയർഡ് ഫോർ എ ഫാർമസി. Y എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ട്രയൽസ് മനസ്സിൽ വരണം. FF എന്ന് പറയുന്നത് എന്താണ്? അതായത് എന്താ വരിക? ഒഫ്താൽമിക് പ്രിപ്പറേഷൻസ് ആണ് വരിക. ആൻഡ് W ആണ് ജനറിക് ആയിട്ടുള്ള ഡ്രഗ്സിന്റെ ഡീറ്റെയിൽസ് വരുന്ന ഡബ്ല്യുവിന്റെ അകത്താണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 4 ഓപ്ഷനും കൂടെ നമ്മുടെ ഡിസ്കഷനിൽ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ വീക്കർ ഡ്രഗ്സ് വെൻ കമ്പയർഡ് ടു ബ്രാൻഡ്സ്. അപ്പം അങ്ങനെ ഒരു ക്ലൂ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ, സോ വീക്കർ ഡ്രഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ജനറിക് ഡ്രഗ്സ്. അതാണ് നമ്മൾ ഡബ്ല്യുവിനകത്ത് ക്ലൂ ആയിട്ട് ഇട്ടിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾ ES ഓഫ് D&C Act അപ്ലൈ സ്റ്റാൻഡേർഡ് ഓഫ്. ഷെഡ്യൂൾ എസ് എന്ന് പറയുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷെഡ്യൂൾ എസ് എന്തിന്റെ സ്റ്റാൻഡേർഡ്സ്? ഷാംപൂ അല്ലെങ്കിൽ സോപ്പ്, അങ്ങനെയൊക്കെ ആലോചിച്ചു നോക്കിയേ. ഈ ഷാംപൂസ് ഒക്കെ വരുന്നത് ഷെഡ്യൂൾ എസിനാണ്. റിലേറ്റ്സ് ടു ദ, ഞാൻ ഓപ്ഷൻസ് വായിക്കാം. പേരൻട്രൽസ്, ഒഫ്താൽമിക്, കോസ്മെറ്റിക് ആൻഡ് സോളിഡ് ഡോസേജ് ഫോം. ഉത്തരം അറിയാമോ? കോസ്മെറ്റിക്സ്. ആൻഡ് ഏത് ഫോമിനകത്താണ് വരുന്നത്? കോസ്മെറ്റിക്സിന്റെ ഡീറ്റെയിൽസ് ഉള്ളത് ഏത് ഫോമിനകത്താണ്? ഫോംസ് നമ്മൾ പഠിച്ചതാണ്. ഫോമിനകത്ത് കോസ്മെറ്റിക്സ് വരുന്നത് ഏത് ഫോമിന്റെ അകത്താണ്? ഈ 31, 33 അതെല്ലാം കോസ്മെറ്റിക്കിലാണ്. 33A, 32 ഇതെല്ലാം കോസ്മെറ്റിക്സ് വരുന്ന ആപ്ലിക്കേഷൻ ഫോംസും അതിന്റെ ലൈസൻസും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ വായിക്കാം. 31-നകത്ത് വരുന്ന എന്താണ്? ആപ്ലിക്കേഷൻ ഓഫ് എ ലൈസൻസ് ടു മാനുഫാക്ചർ കോസ്മെറ്റിക്. അതിന് ലൈസൻസ് കിട്ടുന്നത് ഫോം നമ്പർ 32 അല്ലെങ്കിൽ 31A-നകത്ത് എന്താണ് പറയുന്നത്? ലോൺ ലൈസൻസ് ടു മാനുഫാക്ചർ കോസ്മെറ്റിക്. അതിന്റെ ഫോമാണ് 32A എന്ന് പറയുന്നത്. ഓക്കെ, സോ 31 എന്ന് പറയുന്നത് ഒരാൾക്ക് കോസ്മെറ്റിക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ട ഫോം. അതിന്റെ അലവൻസ് ആണ് 32. ദെൻ 31A എന്ന് പറയുന്നത് ലോൺ ലൈസൻസിൽ, അത് ലോൺ അപ്ലൈ ചെയ്തുകൊണ്ട് കോസ്മെറ്റിക് മാനുഫാക്ചറിങ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഏത് വേണ്ടത്? 32 വേണ്ടത്. അതിന്റെ ലൈസൻസ് ആണ് 32A. അപ്പം ഫോമിനകത്ത് 32, 33 എന്ന് കാണുമ്പോൾ കോസ്മെറ്റിക് ആണെന്ന് ആലോചിക്കണം. ദെൻ റീന്യൂവൽ ഫോർ കോസ്മെറ്റിക് മാനുഫാക്ചറിങ് ആണ് 33-ക്കകത്ത് വരുന്നത്. ലോൺ ലൈസൻസിനുള്ള റീന്യൂവൽ ഫോർ മാനുഫാക്ചറിങ് കോസ്മെറ്റിക് ആണ് 33A-ക്കകത്ത് പറയുന്നത്. ദെൻ സർട്ടിഫിക്കറ്റ് ഓഫ് ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് കോസ്മെറ്റിക് ആണ് 34-ന്റെ അകത്ത് പറയുന്നത്. 35-ന്റെ അകത്ത് മെയിൻറ്റെയിനിങ് ആൻഡ് ഇൻസ്പെക്ഷൻ ബുക്ക്. 36-ന്റെ അകത്ത് ആപ്ലിക്കേഷൻ ഫോർ ഗ്രാൻഡ് അല്ലെങ്കിൽ റീന്യൂവൽ ഫോർ ക്യാരിങ് ഔട്ട് ടെസ്റ്റ് ഓൺ ഡ്രഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഓർ റോ മെറ്റീരിയൽസ് യൂസ്ഡ്. അതിന്റെ ലൈസൻസിന് ഫോർ സെയിൽ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്. അപ്പം 36, 37 അതെല്ലാം എന്തിനെ സംബന്ധിച്ചിരിക്കുന്നു? 38 വരെ കോസ്മെറ്റിക്. സോ 31 to 38 കോസ്മെറ്റിക് റിലേറ്റഡ് ആണെന്നുള്ളതെങ്കിലും മനസ്സിൽ ചിന്തിക്കുക. ഓക്കെ, സോ നമ്മളുടെ ചോദ്യം എന്തായിരുന്നു? ഷെഡ്യൂൾ എസ് ഓഫ് D&C ആക്ട് എന്തിന്റെ സ്റ്റാൻഡേർഡിനെ പറയുന്നു? അത് ഷെഡ്യൂൾ എസ് പറയുന്നത് കോസ്മെറ്റിക്സിന്റെ സ്റ്റാൻഡേർഡ് ആണ്. ആൻഡ് എസ് എന്ന് പറയുന്നത് ഏത് ഫോം നമ്പറിലായിരിക്കും ഉണ്ടാവുക? 31, 32, 33 ഇതെല്ലാം
കോസ്മെറ്റിക്സിനെ പറ്റി പറയുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സാമ്പിൾ ടേക്കൺ ബൈ ഡ്രഗ് ഇൻസ്പെക്ടർ ഫ്രം റീറ്റെയിൽ പ്രമിസസ്. അതിന് നമ്മൾ എത്രയായി ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് DNC ആക്ട് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഒരു ഫാർമസിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യാം. അപ്പൊ എത്ര സാമ്പിൾസ് എടുക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. 1 ആണോ 2 ആണോ 3 ആണോ? അവർക്ക് മിനിമം 3 സാമ്പിൾസ് വരെ എടുക്കാം. ഓക്കെ, ഒരെണ്ണം ആർക്ക് സ്റ്റോക്ക് ചെയ്യാൻ? ഒരെണ്ണം അനലിസ്റ്റിന് അയക്കാൻ, ഒരെണ്ണം ഡ്രഗ് ഇൻസ്പെക്ടർ സ്റ്റോക്ക് ചെയ്യാൻ, ഒരെണ്ണം നമ്മുടെ ആരാണോ കൾപ്രിറ്റ് അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സാമ്പിൾസിന്റെ എന്താ പറയാ, പ്രിമിസസിന് നമ്മൾ അങ്ങനെ 3 ആയിട്ടാണ് സാമ്പിൾ എടുത്തിട്ടത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷെഡ്യൂൾ എക്സ് എന്താണ്? ഷെഡ്യൂൾ എക്സ് സൈക്കോട്രോപിക് അല്ലെ? അപ്പം അത് ലേബൽ ചെയ്യേണ്ട സ്പെഷ്യൽ ലേബലിംഗ് ഏത് കളറിലാണ്, എന്താണ് അത് ലേബൽ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സോ ഇറ്റ് ഈസ് NRX. ഓക്കെ, NRX എന്ന് റെഡ് ഇങ്ക് കൊണ്ട് വേണം നമ്മൾ അതിനെ എഴുതാനായിട്ട്. ഓക്കെ, സോ സ്പെഷ്യൽ ലേബലിംഗ് റിക്വയർമെന്റ് ഫോർ ഷെഡ്യൂൾ എക്സ് എന്നാണ് ചോദ്യം. NRX വിത്ത് റെഡ് ഇങ്ക്, NX വിത്ത് ബ്ലൂ ഇങ്ക്, NX വിത്ത് ബ്ലാക്ക് ഇങ്ക്, നണ്ണ്. ഉത്തരം എന്താ? NRX വിത്ത് റെഡ് ഇങ്ക് ആണ് അതിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്മെറ്റിക് മീൻസ് എനി ആർട്ടിക്കിൾ ഇന്റൻഡഡ് to alter the appearance of animals, alter the appearance of human body, alter the structure and shape of human body. ഉത്തരം ഏതാണ്? alter the appearance of human body, അതാണ് കോസ്മെറ്റിക്സ്. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓഫ് എയിൽമെന്റ് അല്ലെങ്കിൽ ഡിസീസ് ദാറ്റ് എ ഡ്രഗ് ഷുഡ് നോട്ട് ക്ലെയിം ടു ക്യൂർ. അത് ഏത് ഷെഡ്യൂളിന്റെ അകത്താ വരുന്നത്? ലിസ്റ്റ് ഓഫ് എയിൽമെന്റ് അല്ലെങ്കിൽ ഡിസീസ് ദാറ്റ് എ ഡ്രഗ് ഷുഡ് നോട്ട് ക്ലെയിം ടു ക്യൂർ. VGJWY. ഏതാ? ജോണ്ടിസ് പറഞ്ഞു വന്നായിരുന്നു. സോ ഇറ്റ് ഈസ് ഷെഡ്യൂൾ ഏതാണ്? ഉത്തരം ഏതാ? ഷെഡ്യൂൾ. Then altered drug consists of, altered drug എന്ന് പറഞ്ഞാൽ എന്താ? മായം ചേർക്കുക എന്നുള്ള വേർഡ് അപ്പൊ തന്നെ മനസ്സിൽ വരണം. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് filthy putrid decomposed substances ആണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ ഹാർംഫുൾ അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസ്. 3 പോയിസണസ് സബ്സ്റ്റൻസ്. 4 ഓൾ. ഓൾട്ടേർഡ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഫിൽത്തി, ഓൾട്ടേർഡ്, ഡിറ്റീരിയോറേറ്റഡ്, ഹാർംഫുൾ അല്ലെങ്കിൽ ടോക്സിക് അല്ലെങ്കിൽ പോയിസണസ് സബ്സ്റ്റൻസ്. ഓൾ ഓഫ് ദ എബവ് ആണ് അതിന്റെ ഉത്തരം. നെക്സ്റ്റ്, ഇഷ്യൂ അല്ലെങ്കിൽ റീന്യൂവൽ ഓഫ് ലൈസൻസ്. ഇത് കേൾക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. ഷെഡ്യൂൾ റിലേറ്റഡ് ടു ഇഷ്യൂ അല്ലെങ്കിൽ റീന്യൂവൽ ഓഫ് ലൈസൻസ് ഏതാ? YANM. ഏതാ ഉത്തരം? ഏതാ? Y എന്താണ്? ക്ലിനിക്കൽ ട്രയൽ ആണ്. A എന്താണ്? ആപ്ലിക്കേഷൻ ഫോം to procure renewal of license and all other activities. Okay, so A ആണ് ഉത്തരം. N number of premises like equipments, M good manufacturing ability. Then license for retail sale of schedule C and C1. ഷെഡ്യൂൾ സിയും C1ലും റീറ്റെയിലിൽ വരുന്ന ഡ്രഗിനെ പറ്റി പറയുന്ന ഫോം നമ്പർ ഏതാണ്? 1, 11, 21, 33. ഏതാണ്? 1, 11, 21, 33. അപ്പൊ 30, 31, 32 അപ് ടു ഒരു എന്താ പറയാ 36 വരെ കോസ്മെറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതല്ല. 1 എന്തായിരുന്നു? മെമ്മോറാൻഡം ടു ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി. അപ്പൊ 1 അല്ല. 11 എന്തായിരുന്നു? ഇമ്പോർട്ട് ചെയ്യാനുള്ള സാമ്പിൾസിന്റെ ലിസ്റ്റ് അല്ലെ? സ്മോൾ ക്വാണ്ടിറ്റിയിലുള്ള ഇമ്പോർട്ട് ചെയ്യുവാനുള്ള സാമ്പിളിന്റെ എക്സാമിനേഷൻ അനാലിസിസിനൊക്കെയാണ് നമ്മൾ 11 പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഏതാണ്? സെക്ഷൻ അല്ലെങ്കിൽ ഫോം നമ്പർ 21. ഫോം നമ്പർ 21 ആണ് റീറ്റെയിൽ സ്കെഡ്യൂൾ ഓഫ് C ആൻഡ് C1. നമ്മൾ പറഞ്ഞായിരുന്നു കോവിഡ് വന്നത് 19ലാണ്, 21ലാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. ഷെഡ്യൂൾ സിയും C1ഉം എന്ന് പറയുന്നത് ബയോളജിക്കൽസ് ആണ്. അതുകൊണ്ട് തന്നെ 21. റീറ്റെയിൽ ആണെങ്കിൽ ഇറ്റ് ബിലോങ്സ് ടു F, ഹോൾസെയിൽ ആണെങ്കിൽ ബിലോങ്സ് ടു G. Then drug inspector shall be deemed to public servant. ഡ്രഗ് ഇൻസ്പെക്ടറെ പബ്ലിക് സർവന്റ് ആക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന IPCയുടെ സെക്ഷൻ 21, 20, 30, 23, 24. ഏതാണ് ഉത്തരം? ഏതാ സെക്ഷൻ?
ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങള്. ഇതൊന്നും പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ച ക്വസ്റ്റ്യനാ. സെക്ഷൻ 21 കേട്ടോ. നെക്സ്റ്റ് ഈസ് ചെയർമാൻ ഓഫ് DTAB. ചെയർമാൻ ഓഫ് ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡ് ആരാണ്? DTABയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ DTAB ഡ്രഗ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നേ. സോ അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഓർമ്മയുണ്ടാവും? ചെയർമാൻ ഓഫ് PCI ആണോ? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണോ? ഡ്രഗ് കൺട്രോളർ ആണോ? അതോ ഇതിൽ ആരുമല്ലേ? ചെയർമാൻ ഓഫ് DTAB എന്ന് പറയുന്ന ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ഓക്കെ, അതാണ് നമ്മുടെ ചെയർമാൻ ഓഫ് DTAB. ചെയർമാൻ ഓഫ് DTAB. ഓക്കെ, then D&C ആക്ട് പാസ് ആയിട്ടുള്ള വർഷം. സോ നമ്മൾ പറയുമ്പോൾ തന്നെ എന്താ പറയാ? D&C ആക്ട് ഓഫ് 1940 എന്നാണ് പറയാ അല്ലെ? സോ it is 1940. D&C ആക്ട് ഓഫ് 1940. Next one, which body is appointed as Central Licensing Authority? Central Licensing Authority എന്നറിയപ്പെടുന്നത് ആരെയാണ്? പറയാമോ? Body appointed as Central Licensing Authority. Food and Drug Administration ആണോ? ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണോ? PCI ആണോ? നണ്ണാണോ? ഒന്ന് ആലോചിച്ചേ. സെൻട്രൽ ലൈസൻസിങ് അതോറിറ്റി PCI അല്ല കേട്ടോ, അത് ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ്, PCI അല്ല. ബോഡി അപ്പോയിന്റഡ് ആസ് സെൻട്രൽ ലൈസൻസിങ് അതോറിറ്റി. അതിന് പകരം എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ PCI പറയുന്നത് ശരിയാണ്, അത് തെറ്റല്ല. ഓക്കെ, പക്ഷെ ലൈസൻസിങ്ങിന്റെ അകത്ത് സെൻട്രൽ ലൈസൻസിങ് അതോറിറ്റി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PCI അല്ല, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ ആണ് അതിന്. ഓക്കെ, ഡ്രഗ് കൺട്രോളർ ഓഫ് ഇന്ത്യ. അപ്പം എഡ്യൂക്കേഷണൽ റെഗുലേഷൻസ് പറയുകയാണെങ്കിൽ അത് ഫാർമസി കൗൺസിൽ 1991 ആദ്യമായി എഡ്യൂക്കേഷൻ റെഗുലേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. Then applications to manufacture cosmetic is made to licensing authority in form number 90, 21, 31, 90. അപ്പം 31 എന്ന് കാണുമ്പോൾ തന്നെ അറിയാം കോസ്മെറ്റിക്കും ആ വേർഡിലുണ്ട്, അപ്പൊ അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം 31. നെക്സ്റ്റ്, സ്പെഷ്യൽ ലേബലിംഗ് ഓഫ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻ. ഓക്കെ, സ്പെഷ്യൽ ലേബലിംഗ് ഓഫ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻ എന്താണ്? ഒഫ്താൽമിക് പ്രിപ്പറേഷന്റെ സ്പെഷ്യൽ ലേബലിംഗ് എന്താണ് എന്നാണ് ചോദ്യം. യൂസ് ടിൽ എക്സ്പയറി, യൂസ് വിത്തിൻ ഇയർ, യൂസ് വിത്ത് 1 month ഓഫ് ഓപ്പണിംഗ് ടൈം, നൺ. യൂസ് ടിൽ എക്സ്പയറി ആണോ? റെലവെന്റ് ആണോ? യൂസ് ടിൽ എക്സ്പയറി എല്ലാം അത് ലേബലിംഗ് ആണ്. ചോദ്യം എടുത്തു തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെ, സ്പെഷ്യൽ ലേബലിംഗ് യൂസ് വിത്തിൻ 1 month ഓഫ് ഓപ്പണിംഗ് ടൈം. ഓപ്ഷൻ സി ആണ് ഉത്തരം. കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാക്ടറി പ്രിമിസസിന് വേണ്ടുന്ന റിക്വയർമെന്റ് ഫോർ ഹോമിയോപ്പതിക് മെഡിസിൻസ്. ഓക്കെ, സോ ഹോമിയോപ്പതിക് മെഡിസിൻസിന് വേണ്ടുന്ന ഫാക്ടറി പ്രിമിസിന് റിക്വയർമെന്റ് ഏതാണ്? ഷെഡ്യൂൾ M, M1, QN. ഉത്തരം ഏതാ? M എന്താ? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്. M1 എന്ന് പറയുന്നത് വെരി ഗുഡ്, M1 ആണ് ഉത്തരം. M1 ഹോമിയോപ്പതി, M2 കോസ്മെറ്റിക്, M3 മെഡിക്കൽ ഡിവൈസസ്. ഓക്കെ, സോ അതിന് ക്ലൂ നമ്മൾ ഇട്ടിരുന്നത് എങ്ങനെയായിരുന്നു? M1 എന്ന് പറയുന്നത് കം ടു ഹോം, അപ്പൊ ഏറ്റവും ആദ്യം വീട്ടിലേക്ക് എത്തുക, കം ടു ഹോം. സോ M1 എന്ന് പറയുന്നത് ഹോമിയോപ്പതി. 2, റിമൂവ് കോസ്മെറ്റിക്സ്. ഓക്കെ, അപ്പൊ M2 എന്ന് പറയുന്നത് കോസ്മെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ പ്രിമിസസിന് വേണ്ടുന്ന റിക്വയർമെന്റ് ഫോർ കോസ്മെറ്റിക്. M3 എന്ന് പറയുന്നത് മെഡിക്കൽ ഡിവൈസസിന്റെ
പ്രിമിസസ് സെറ്റപ്പ് ആണ്. സോ ചെക്ക് BP. കം ഹോം, റിമൂവ് കോസ്മെറ്റിക് ആൻഡ് ചെക്ക് BP. അതാണ് അതിന്റെ ക്ലൂ. നെക്സ്റ്റ് വൺ, പവർ ഓഫ് ഡ്രഗ് ഇൻസ്പെക്ടർ. Okay, to take samples of any drug, cosmetic, to search all reasonable item, to inspect any premises. Okay, ഉത്തരം എന്താണ്? To inspect any premises for manufacture of drug and cosmetic all. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി. ഡ്രഗ് ഇൻസ്പെക്ടർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാം? സാമ്പിൾസ് കളക്ട് ചെയ്യാം, എല്ലാ റീസണബിൾ ഐറ്റംസും ചെക്ക് ചെയ്യാം, മാനുഫാക്ചർ ഓഫ് ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സും ചെയ്യാം. അടുത്ത ചോദ്യം, ഫസ്റ്റ് ഫാർമസി കൗൺസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നാണ് ചോദ്യം. 1945, then 1949, 48, 40. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് ഫാർമസി ആക്ട് 1948 ആണ്. ഫാർമസി ആക്ട് നിലവിൽ വന്നതിന്റെ പിറ്റേ വർഷമാണ് ഫസ്റ്റ് PCI കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പം 1948 ഫാർമസി കൗൺസിൽ, 49 PCI. സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ഇത് നമ്മളൊന്ന് പഠിച്ചിരുന്നു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഫാർമസി ആക്ട് പറഞ്ഞപ്പോൾ രണ്ടിടത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും ആദ്യം സെൻട്രലിലുള്ള ഫാർമസി കൗൺസിലിന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെയും ഉണ്ട് എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സും നോമിനേറ്റഡ് മെമ്പേഴ്സും ഇലക്ടഡ് മെമ്പേഴ്സും. എക്സ് ഒഫീഷ്യോ മെമ്പറാണ് ഡയറക്ടർ ജനറൽ ഓഫ് DTAP ഹെൽത്ത് സയൻസ്, ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി, ഡയറക്ടർ കൺട്രോളർ ഓഫ് ഇന്ത്യ. പിന്നെ 6 മെമ്പേഴ്സിനകത്ത് ഒരാള് ടീച്ചർ എങ്കിലും ആയിരിക്കണം ഇലക്ടഡ് മെമ്പേഴ്സിന്റെ അകത്ത്. ദെൻ 1 മെമ്പർ ഫ്രം മെഡിക്കൽ കൗൺസിൽ, 1 മെമ്പർ ഫ്രം സ്റ്റേറ്റ് കൗൺസിൽ. നോമിനേറ്റഡിനകത്തും 6 മെമ്പേഴ്സ് തന്നെ, 4 പേർക്കെങ്കിലും ഡിഗ്രി വേണം. ഒരാൾ UGC അല്ലെങ്കിൽ AICTയുടെ ഒരു ആളായിരിക്കണം. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരാൾ. ഇത്രയാണ് നമ്മുടെ സെൻട്രൽ ആയിട്ട് ഫാർമസി കൗൺസിലിന് വേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യം എന്താണ്? സ്റ്റേറ്റ് ഫാർമസി കൗൺസിലിന്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ അകത്ത് ആരൊക്കെ വരുന്നുണ്ട്? നമ്മൾ ജോയിന്റും പറഞ്ഞു, സ്റ്റേറ്റും പറഞ്ഞു. സ്റ്റേറ്റിനകത്ത് 6 മെമ്പേഴ്സ് ഹു ആർ ഇലക്ടഡ് ഫ്രം രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. പിന്നെ 5 മെമ്പേഴ്സ്, അതിനകത്ത് 3 പേരെങ്കിലും പ്രിസ്ക്രൈബ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റോ ആയിരിക്കണം. പിന്നെ ഒരാള് elected from among themselves by the member of medical council of medical registration of the state. Okay, so 1 member elected from among themselves. മെഡിക്കൽ കൗൺസിലിന്റെ ഒരാള്. എക്സ് ഒഫീഷ്യോ ആരൊക്കെയായിരുന്നു? ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ, ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷൻ, then government analyst. നമ്മുടെ ഓപ്ഷനകത്ത് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ ഡ്രഗ് കൺട്രോളർ ഓർഗനൈസേഷൻ, then ഗവൺമെന്റ് അനലിസ്റ്റ്, ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ്. ഇവരെല്ലാവരും തന്നെ ആരാണ്? എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്. ഓൾ ആണ് അതിനുള്ള ഉത്തരം. നെക്സ്റ്റ്, എഡ്യൂക്കേഷണൽ റെഗുലേഷൻ ഈസ് പബ്ലിഷ്ഡ് ഇൻ ഒഫീഷ്യൽ ഗസറ്റ് ബൈ. ഒഫീഷ്യൽ ഗസറ്റിൽ എഡ്യൂക്കേഷൻ റെഗുലേഷൻ പബ്ലിഷ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, സെൻട്രൽ ഗവൺമെന്റ്, ഡ്രഗ് കൺട്രോൾ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഉത്തരം എന്താ? ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ റൈറ്റ് ആർക്കാ ഉള്ളത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ ഹാസ് ടു സപ്ലൈ 5 കോപ്പി ഓഫ് ഇറ്റ്സ് രജിസ്റ്റർ ടു PCI as soon as. അപ്പം എല്ലാ സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, എല്ലാ വർഷവും ഒരു ദിവസത്തിന് മുമ്പ് അവരുടെ രജിസ്റ്റർ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പം അത് എന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. എന്താ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഫസ്റ്റ് ഡേ ഓഫ് മാർച്ച് എവറി ഇയർ, then first day of May every year, then first day of April every year, 31st April every year. So option is first day of April. April 1 അവരെ ഫുൾ ആക്കുക എന്ന് ആലോചിച്ചാൽ മതി. April 1 അവർക്ക് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്റ്റർ കൊടുക്കുന്നത്. Then minimum age to attain into the first register എത്ര വയസ്സാ? 15 ആണോ, 16 ആണോ, 21 ആണോ,
20 ആണോ 18 ആണോ? 18 വയസ്സെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. Then how many nominated members in state council? അപ്പം സ്റ്റേറ്റ് കൗൺസിൽ എടുത്ത അവിടെ എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് അല്ലാതെ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ചോദ്യം നോമിനേറ്റഡ് മെമ്പേഴ്സ് എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. ഓക്കെ, സോ 5 members, 5 nominated members ഉണ്ട്. ഓക്കെ, 5 nominated members, 6 members from registered pharmacist of the state, 5 nominated members അവരുടെ ഇടയിൽ നിന്ന് ഇലക്ട് ചെയ്തിരിക്കുന്ന ഒരു മെമ്പർ ഓഫ് മെഡിക്കൽ രജിസ്ട്രേഷൻ ഉള്ള മെഡിക്കൽ കൗൺസിലിന്റെ ഒരാള്, പിന്നെ 3 പേര് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ്, ചീഫ് മെഡിക്കൽ ഓഫീസർ, ചീഫ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഡ്രഗ് കൺട്രോൾ ഓർഗനൈസേഷൻ, ഗവൺമെന്റ് ലിസ്റ്റ്. ഇത്രയും ആൾക്കാരാണ് വരുന്നത്. സോ ഹൗ മെനി നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇൻ സ്റ്റേറ്റ് കൗൺസിൽ? 1, 3, 7 and 5. ഓപ്ഷൻ 5 ആണ് ഉത്തരം. നെക്സ്റ്റ്, PCIക്കകത്ത് ആരൊക്കെയുണ്ട്? PCI കംപ്രൈസസ് ഓഫ് ഡാഷ് മെമ്പർ ഫ്രം AICTE ആൻഡ് UGC. AICTE ഞാൻ പറഞ്ഞു, നമ്മള് ഏറ്റവും ആദ്യത്തെ രൂപീകരണത്തിന്റെ സമയത്താണ് AICTE എന്നൊരാളെ വിളിക്കുന്നത്. അത് ഒന്നെങ്കിൽ AICTE അല്ലെങ്കിൽ UGC. സോ എ റെപ്രസെന്റേറ്റീവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്പർ എത്രയാണ്? 1, 2, 3 ആൻഡ് നമ്പേഴ്സ്. ഓപ്ഷൻ ഈസ് 1. നെക്സ്റ്റ്, നോമിനേറ്റഡ് അല്ലെങ്കിൽ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ ഹോൾഡ് ഓഫീസ് ഫോർ ഡാഷ് ഇയേഴ്സ്. അപ്പം എത്ര വർഷമാണ് ഇലക്ടഡ് മെമ്പേഴ്സ് ഒരു ഓഫീസ് കൊണ്ടുപോകുന്ന വെച്ചാൽ 2, 3, 4, 5. ഉത്തരം 5 ആണ്. ഓക്കെ, 5 വർഷം വരെയാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് 5 years. ഓക്കെ, സോ മാജിക് റെമഡി ആക്ട് പാസ് ചെയ്ത വർഷം 1954, കാണാതറിയാം. Then magic remedy, talisman, mantra, kavajalam, ഇതാണ് മാജിക് റെമഡി. Which one offers an advertisement? Notice, transmit, like a circular, എല്ലാം അതെല്ലാം അഡ്വർടൈസ്മെന്റ് ആണ്. Then marketing false claim for drug is advertisement. So prohibit advertisement. തെറ്റായ ഒരു ക്ലെയിം കൊടുക്കുന്ന ഒരു ഡ്രഗ് നമ്മൾ പബ്ലിഷ് ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ എന്താ വിളിക്കുക? പ്രൊഹിബിറ്റഡ്. Last question. Hakim, Pandit and Whites claiming cure of disease referred to as. അപ്പം ഹക്കിം, പണ്ഡിറ്റ്, ഇപ്പൊ വൈദ്യന്മാര്, പണ്ഡിതന്മാര് എന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്നു. അവര് ഏതെങ്കിലും ഒരു സുഖപ്രാപിച്ചു തരാമെന്ന് പറയുന്നത് ബ്ലാക്ക് മാജിക് ആണോ, മാജിക് ആണോ, മാജിക് റെമഡി ആണോ, അഡ്വർടൈസ്മെന്റ് ആണോ? ഏതിനുണ്ടല്ലോ വരുന്നത്? ഇറ്റ് ഈസ് മാജിക് റെമഡി. ഓക്കെ, 25 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി മുതലുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് നോക്കണം. കാരണം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കൽ ഫാർമസി ഒക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റും. അതുമൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഓക്കെ, സോ ഞാൻ